ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം മുൻ ബോർഡ് അംഗങ്ങളിൽ നിന്ന് വീണ്ടും വിവരങ്ങൾ തേടും. സ്വർണ്ണക്കൊള്ളയിൽ രമേശ് ചെന്നിത്തലയുടെ മൊഴിയിൽ പരാമർശിക്കുന്ന വ്യവസായിയിൽ നിന്ന് അന്വേഷണ സംഘം ഉടൻ വിവരങ്ങൾ തേടും. കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന്റെ ജാമ്യ ഹർജി ഇപ്പോൾ കോടതി പരിഗണിക്കുകയും ചെയ്യുകയാണ്. എം ജി പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ നിന്ന് ഇനി അറിയാനുണ്ട് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട്. അതുകൂടാതെ ഇതിൽ അടുത്ത ചില നടപടിക്രമങ്ങളിലേക്ക് SIT കടന്നിരിക്കുന്നു എന്നത് പങ്കജ് ഭണ്ഡാരിയുടെ ചോദ്യം ചെയ്യൽ, അതിൻ്റെയൊക്കെ വിവരങ്ങൾ എങ്ങനെയാണ്? കൂടുതൽ പേരിലേക്ക് ചോദ്യം ചെയ്യൽ പോകാനുള്ള സാധ്യതയുണ്ടോ? അനുജ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എ പത്മകുമാറിന്റെ അറസ്റ്റാണ് ഇതിനു മുമ്പായി എടുത്ത SITയുടെ പ്രധാനപ്പെട്ട നടപടി. പക്ഷേ അതിനുശേഷം നിർണായകമായ നീക്കങ്ങളിലേക്ക് SIT കടന്നിരുന്നില്ല. ഇപ്പോൾ ഇന്നലെ ഈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒയെ SIT സംഘം ചോദ്യം ചെയ്തിരുന്നു. അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പുതിയ നീക്കം. നേരത്തെ പങ്കജ് ഭണ്ഡാരിയെ SIT ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിക്കുകയും അവിടെ നിന്ന് ഈ സ്വർണം വേർതിരിച്ചെടുത്ത് അതിൽ നിന്ന് ലാഭമുണ്ടാക്കി എന്നതാണ് SIT നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. വേർതിരിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്നുള്ള മൊഴിയായിരുന്നു നേരത്തെ പങ്കജ് ഭണ്ഡാരി നടത്തിയിരുന്നത്. പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിലും അദ്ദേഹം ആ മൊഴി ആവർത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സ്വർണ്ണപ്പാളിയിൽ എത്രത്തോളം സ്വർണം വേർതിരിച്ചെടുത്തിട്ടുണ്ട്, ഇതിന്റെ പങ്ക് ആരൊക്കെ പറ്റി എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായും SIT ഇന്നലെ ചോദിച്ചറിഞ്ഞത്. ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയും കൂടുതൽ സ്ഥിരീകരണത്തിനും വേണ്ടിയിട്ടാണ് ഈ സിഇഒയെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ മൊഴികൾ അദ്ദേഹം ആവർത്തിച്ചു. ഒപ്പം കൂടുതൽ ആരിലേക്കെങ്കിലും ഇത് എത്തിയിട്ടുണ്ടോ എന്ന കാര്യമാണ് SIT പ്രധാനമായും പരിശോധിച്ചു വരുന്നത്. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും നിലവിൽ കസ്റ്റഡിയിലുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒയെയും അവിടുത്തെ 2 ജീവനക്കാരെയും വീണ്ടും ചോദ്യം ചെയ്യാൻ SIT തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം മറ്റു നടപടികളിലേക്ക് കൂടി SIT കടക്കുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. അത് മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളെ കേന്ദ്രീകരിച്ചും അന്വേഷണം വിവരശേഖരണം നടത്തും. ഈ PS പ്രശാന്തിനെയും ഒപ്പം അന്നുണ്ടായിരുന്ന മറ്റ് ബോർഡ് അംഗങ്ങളിൽ നിന്നും വിവരങ്ങൾ തേടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഔദ്യോഗികമായ അറിയിപ്പ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഈ SIT അത്തരത്തിൽ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ തൻ്റെ കയ്യിലുള്ള വിവരങ്ങൾ കൈമാറും എന്നതാണ് PS പ്രശാന്ത് പറയുന്ന കാര്യം. ഒപ്പം മറ്റ് നടപടികൾ, ഈ രമേശ് ചെന്നിത്തല നൽകിയ ഈ മൊഴിയിലെ വ്യവസായിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ SIT എടുക്കും എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഈ വ്യവസായിയെ SIT സംഘം ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഒരു നടപടികളിലേക്ക് കൂടി SIT കടക്കുമെന്നതാണ് പ്രധാനമായും ഇപ്പോഴുണ്ടായിരിക്കുന്ന അപ്ഡേഷൻ. ഒപ്പം ഈ മുരാരി ബാബുവിൻ്റെ ജാമ്യം ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അനുകൂല വിധി ഉണ്ടാകുമോ എന്നതാണ് പ്രധാനമായും കാത്തിരിക്കുന്നത്. ഒപ്പം വാസുവിൻ്റെ ജാമ്യ ഹർജിയും ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. അത്തരത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴാണ് കൂടുതൽ നീക്കങ്ങളിലേക്ക് SIT കടന്നിരിക്കുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.